വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ് മുഖ്യമായും ഈ പ്രോഗ്രാമിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നത്. നിരവധി പ്രസംഗങ്ങൾ ദിനംതോറും നടത്താൻ അവസരമുള്ള ഒരു വ്യക്തിയാണ് മാർപ്പാപ്പ. വിവിധ ഗ്രൂപ്പുകളോട് വിവിധ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്ന ആളുകളോട്, രാഷ്ട്ര അധികാരികളോട്, സഭയുടെ ലിറ്റർജിപരമായ കർമ്മങ്ങളിൽ അവതരിപ്പിക്കാനുള്ള വിഷയങ്ങൾ, അങ്ങനെ എത്രയോ പ്രസംഗങ്ങളാണ് പരിശുദ്ധ പിതാവ് ദിനംതോറും അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും നടത്തേണ്ടി വരുന്നത്. അവയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും പ്രസംഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ്, കൃത്യം പറഞ്ഞാൽ 28-ാം തീയതിയാണ് പരിശുദ്ധ പിതാവ് വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ക്രൈസ്തവ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു രേഖ പ്രസിദ്ധീകരിച്ചത്. ആ രേഖയുടെ പേര് നമുക്കറിയാം, പുതിയ ഭൂപടങ്ങൾ സൃഷ്ടിക്കാനായിട്ട് നമ്മോട് ആവശ്യപ്പെടുന്ന ഒന്നാണ് വിദ്യാഭ്യാസ രംഗത്ത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു പ്രമാണരേഖയുടെ നമുക്കറിയാം, ഗ്രാവീസിമും എഡുക്കാസിയോണിസ് എന്ന ആ രേഖയുടെ 40-ാം വർഷം പ്രമാണിച്ചാണ് പരിശുദ്ധ പിതാവ് ഈ രേഖ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പം വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു പുനർചിന്തയാണ് ഇന്നിൻ്റെ പശ്ചാത്തലത്തിൽ, പുത്തൻ അറിവുകളുടെ പശ്ചാത്തലത്തിൽ, പുത്തൻ പ്രതിബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ പിതാവ് ഇവിടെ നടത്തുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ ആരംഭം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഉള്ളടക്കങ്ങൾ പറയുകയുണ്ടായി. പരിശുദ്ധ പിതാവ് ഒരു ചരിത്രം, ക്രൈസ്തവ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ചരിത്രം ഈ രേഖയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഹ്രസ്വമായി സന്യാസിമാർ തുടങ്ങി വെച്ചത്, നമ്മൾ മരുഭൂമിയിലെ വലിയ ത്യാഗത്തിലൂടെ കടന്നുപോയ ആളുകൾ നടത്തിയിട്ടുള്ള പഠനങ്ങൾ, അവരുടെ അറിവുകൾ, ജ്ഞാനം എന്നിവയൊക്കെ വിദ്യാഭ്യാസത്തിന് നൽകിയ സംഭാവനയെപ്പറ്റിയാണ് പറയുന്നത്. പിന്നീട് മിഷണറിമാർ ലൈബ്രറികൾ തുടങ്ങിക്കൊണ്ട് അറിവുകൾ മുഴുവൻ ശേഖരിച്ചു വെച്ച് വരും തലമുറകളിലേക്ക് കൈമാറിയ കാര്യങ്ങൾ മാർപ്പാപ്പ പറയുകയാണ്. ഇന്ന് കാലം മാറി, നമുക്കറിയാം, വായനയൊക്കെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇന്ന് ഇൻ്റർനെറ്റും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയൊക്കെ വരുത്തിയിരിക്കുന്ന വലിയ വികാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസം വലിയ വെല്ലുവിളികൾ നേരിടുന്നതിനെപ്പറ്റി മാർപ്പാപ്പ പറയുന്നുണ്ട്. ലോകത്തിൽ ഇന്ന് നടക്കുന്ന പ്രതിഭാസങ്ങളെയും മാർപ്പാപ്പ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. കുടിയേറ്റങ്ങൾ, യുദ്ധങ്ങൾ, നമുക്കറിയാം, അതൊക്കെ മനുഷ്യരിൽ വരുത്തുന്ന ബുദ്ധിമുട്ടുകളും വിദ്യാഭ്യാസത്തിന് പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലും എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ മാർപ്പാപ്പ ഊന്നൽ കൊടുത്ത് നമ്മോട് പറയുന്നത്, മനുഷ്യ വ്യക്തിയെ അവൻ്റെ സമഗ്രതയിൽ, അവൻ്റെ ശരീരം, അവൻ്റെ ബുദ്ധി, അവൻ്റെ മനസ്സ്, അവൻ്റെ ആത്മീയത, അവൻ്റെ ധാർമ്മികത, ഇതൊക്കെയുള്ള ഒരു സത്തയാണ് മനുഷ്യൻ. അവിടെയൊക്കെ ഒന്നുപോലെ കൂട്ടിയിണക്കിക്കൊണ്ട് സംയോജിതമായി നാം പ്രവർത്തിക്കുമ്പോഴാണ് വിദ്യാഭ്യാസ പ്രവർത്തനം ശരിയാകുന്നത് എന്ന സത്യമാണ് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് വിദ്യാഭ്യാസത്തെപ്പറ്റി പഠിപ്പിക്കുന്ന എല്ലാ ആളുകളും ആ ഒരു കാര്യം നമ്മുടെ മുമ്പിൽ എടുത്തു പറയുന്നുണ്ട് എന്നത് സത്യമാണ്. അവിടെ മാർപ്പാപ്പ ചെയ്ത ഒരു കാര്യം, നിങ്ങൾക്കറിയാം, ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് വന്ന സത്യാന്വേഷിയായ ജോൺ ഹെൻറി ന്യൂമാന് വലിയൊരു സത്യാന്വേഷകനായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസത്തെപ്പറ്റി ധാരാളം എഴുതിയിട്ടുള്ള ആളാണ്. ദ ഐഡിയ ഓഫ് എ യൂണിവേഴ്സിറ്റി എന്ന പുസ്തകം വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തെ ക്രൈസ്തവ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ നമുക്കറിയാം സഹമധ്യസ്ഥനായി പ്രഖ്യാപിക്കാൻ കൂടി ഈ രേഖ വഴി പരിശുദ്ധ പിതാവ് ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രചനകൾ നമ്മൾ കാലോചിതമായി വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമെന്ന് കൂടി ഞാനിവിടെ ഉത്ബോധിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഹൃദയത്തോടെ സംസാരിക്കുന്നു. അധ്യാപകൻ വിദ്യാർത്ഥികളെ കാണേണ്ടത് വെറും അറിവ് കൈമാറുന്നവനായിട്ടല്ല, ഹൃദയം കൈമാറുന്നവനായി, സ്നേഹം കൈമാറുന്നവനായി കാണണമെന്ന
ആശയം അദ്ദേഹം ശക്തമായി അവതരിപ്പിക്കുകയുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മനോഹരമായ രഹസ്യമാണ് എന്നും പരിശുദ്ധ പിതാവ് രേഖയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനാൽ വിദ്യാഭ്യാസം തലച്ചോറിൽ നിന്ന് തലച്ചോറിലേക്കുള്ള വെറും അറിവിൻ്റെ കൈമാറ്റമായി തീരരുത്, മറിച്ച് ആത്മാവും തമ്മിലുള്ള സംഭാഷണമായി അത് തീരണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ബുദ്ധിപരമായ കഴിവുകളെ മാത്രം വളർത്തുന്നതിലല്ല, പലപ്പോഴും പല രംഗത്തും ഇന്ന് അങ്ങനെ അങ്ങോട്ട് താഴ്ന്നു പോയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഇത് വ്യക്തമാക്കി നമ്മോട് പറയുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ വിജയം അടങ്ങിയിരിക്കുന്നത് അവരുടെ ധാർമ്മികതയുടെയും ആധ്യാത്മികതയുടെയും അടിത്തറ ശക്തിപ്പെടുത്തുന്നതിലാണ്. ഇത് ഊന്നൽ കൊടുത്തിട്ടുള്ള മഹത്തായ ഒരു സന്ദേശമാണ്. ഈ രേഖയുടെ ഒരു കാതൽ ആയ ആശയം ഇതാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. വിശുദ്ധ ന്യൂമാൻ്റെ ഈ ദർശനം അത് എന്നും നൂതനമായി നിലകൊള്ളുന്നതാണ് എന്ന് കണ്ടുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് അദ്ദേഹത്തെ സഹമധ്യസ്ഥനായി, വിദ്യാഭ്യാസത്തിൻ്റെ സഹമധ്യസ്ഥനായി പ്രഖ്യാപിച്ചത്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ കേന്ദ്രബിന്ദു മനുഷ്യ വ്യക്തി തന്നെയാണ് എന്നും മാർപ്പാപ്പ നമ്മളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓർപ്പിക്കുകയാണ്. ഈ ദർശനത്തിൻ്റെ വെളിച്ചത്തിലാണ് ക്രിസ്തീയ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത്, അങ്ങനെയാണ് പോകേണ്ടത് എന്ന് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് അറിവ് പകർന്നു നൽകുന്നതിലുപരി ഇപ്പം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് വ്യക്തിയുടെ മഹത്വം. ഇത് പഠിപ്പിക്കണം. എല്ലാ വ്യക്തികളുടെയും മഹത്വം സഭ എന്നും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യം ഇതാണ്. എല്ലാ വ്യക്തികളുടെയും അനന്തമായ ആ മഹത്വം, ദൈവത്തിൻ്റെ ഛായ വഹിക്കുന്നത് കൊണ്ട് അവനിലുള്ള ഈ മഹത്വം, അത് പാവപ്പെട്ടവനാണെങ്കിലും ധനവാനാണെങ്കിലും രോഗിയാണെങ്കിലും ആരോഗ്യമുള്ളവനാണെങ്കിലും പണമുള്ളവനാണെങ്കിലും പണമില്ലാത്തവനാണെങ്കിലും അനന്തമായ മഹത്വമുള്ളവനാണ്. ഈ മഹത്വം പ്രഘോഷിക്കുന്നതാണ് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൻ്റെ അത് പഠിപ്പിക്കുന്നതാണ് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്തായ ലക്ഷ്യം. ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്വം പഠിപ്പിക്കണം. അതുപോലെ തന്നെ കടമകൾ, അവകാശങ്ങൾ മാത്രമുള്ളവരല്ല മനുഷ്യൻ, ഉത്തരവാദിത്വം നിർവഹിക്കണം. ചിന്തിക്കുന്ന എല്ലാ ആളുകളും അത് പറയും. ആ കടമാ നിർവഹണമാണ് പ്രധാനം. ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കണം. ആത്യന്തികമായൊരു ലക്ഷ്യം. ഇവിടെയാണ് സുവിശേഷം വലിയ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മാർപ്പാപ്പ പറയുന്നത്. നമ്മളൊക്കെ ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിലേക്ക് പോകാനുള്ളവരാണ്, ദൈവത്തെ പ്രാപിക്കാനുള്ളവരാണ്. ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം അതാണ്. അത് മറന്നുകൊണ്ട് ഇവിടെ നമുക്ക് ജീവിക്കാനാവില്ല. അത് ജീവിതം നഷ്ടപ്പെടുത്തുന്ന തുല്യമാണ്. അതല്ലേ കർത്താവ് പറഞ്ഞത്, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്ക് എന്തു പ്രയോജനം എന്ന ചോദ്യം വരുന്നത് ഇവിടെയാണ്. അപ്പം ഈ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കണം. ഇത് കണ്ടെത്തുന്നതിന് നമ്മുടെ വിദ്യാർത്ഥികളെ സഹായിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരമോന്നതമായ ദൗത്യം. ഇതാണ് ക്രിസ്തീയ വിദ്യാഭ്യാസം ലക്ഷ്യം വയ്ക്കുന്നത് എന്നത് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പം കടക്കുന്നില്ല. മാർപ്പാപ്പ ആലങ്കാരികമായി പറഞ്ഞ ഒരു പ്രയോഗം നമ്മൾ ചിന്താവിഷയമാക്കണം. മാർപ്പാപ്പ പറഞ്ഞു, വിദ്യാഭ്യാസ പ്രവർത്തനം വിജയിക്കുന്നത് ഒരു നക്ഷത്ര സമൂഹമായി അത് തീരുമ്പോഴാണ്. ആകാശത്ത് എന്തുമാത്രം നക്ഷത്രങ്ങളാണുള്ളത്, നക്ഷത്രക്കൂട്ടങ്ങളാണുള്ളത്. അതിനെ ആ ഒരു ആശയം എടുത്തുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്, വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു നക്ഷത്ര സമൂഹമായി ഇവിടെ എല്ലാവരും പങ്കുചേരുന്നതിനെ കുറിച്ചാണ്. മാർപ്പാപ്പ പറയുകയാണ്, കത്തോലിക്ക വിദ്യാഭ്യാസത്തെ ഒരു നക്ഷത്ര സമൂഹമായി വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നക്ഷത്ര സമൂഹമായി ഇടവകകളും കോളേജുകളും ഗവേഷണ കേന്ദ്രങ്ങളും തൊഴിലധിഷ്ഠിത സ്കൂളുകളും പ്രസ്ഥാനങ്ങളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും വിഭവങ്ങൾ കുറവുള്ളടങ്ങളിൽ പ്രത്യേകിച്ചും വ്യത്യസ്തമായ പ്രകാശങ്ങൾ ചേർന്ന്
ഒരു ആകാശം രൂപപ്പെടുത്തണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഇവരെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കാനുള്ളവരല്ല. ഈ പറഞ്ഞ സ്കൂളും ഇടവകയും കുടുംബവും മറ്റു സ്ഥാപനങ്ങളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുകയല്ല, അതെല്ലാം കൂടിയാണ് ഒരാകാശം നിർമ്മിക്കുന്നത് എന്ന് മാർപ്പാപ്പ പറയുന്നു. അതിനെല്ലാത്തിനും വ്യത്യസ്തമായ പ്രകാശങ്ങളാണ്. ഓരോ നക്ഷത്രത്തിനും വ്യത്യസ്തമായ പ്രകാശമാണുള്ളത്. അതുപോലെ ഇവർക്കെല്ലാം പ്രത്യേകമായ കടമകളുണ്ട്, ദൗത്യങ്ങളുണ്ട്. അത് ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അത് ഒരു വലിയ പ്രകാശമാകുന്നത്, ഒരു ഭൂപടം സൃഷ്ടിക്കപ്പെടുന്നത് എന്നത് മാർപ്പാപ്പ ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞ ഒരാലങ്കാരിക ഭാഷയാണ്, മനോഹരമാണ്. ഒരുമിച്ച് പ്രവർത്തിക്കണം ഇവയെല്ലാം. ഈ നക്ഷത്ര സമൂഹത്തിൽ ഓരോ സ്ഥാപനവും അതിൻ്റെ തനതായ പ്രകാശം നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കണം. അതാണ് ആഗ്രഹം. പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുകയും സാമൂഹ്യ നീതിക്കും പ്രപഞ്ചത്തിൻ്റെ സുസ്ഥിരതയ്ക്കും വേണ്ടി നന്മ കൊള്ളുകയും വേണം. 3 കാര്യങ്ങൾ മാർപ്പാപ്പ ഇവിടെ പറയുകയാണ് വിദ്യാഭ്യാസം നടക്കേണ്ടത്. പാവപ്പെട്ടവർക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കണം. സാമൂഹിക നീതി ഉണ്ടാകണം. സാമൂഹിക നീതി എല്ലാവർക്കും കിട്ടേണ്ട അവകാശത്തെ പറ്റിയാണ് അത് പറയുന്നത്, വിദ്യാഭ്യാസം. 3-മത്തത് പ്രപഞ്ചത്തിൻ്റെ സുസ്ഥിതിയാണ്. ഇന്നത്തെ കാലത്ത് പറ്റിയിരിക്കുന്ന ഒരു വലിയ അപകടം പ്രപഞ്ചത്തെ നശിപ്പിക്കുന്ന പ്രവണതകൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ. നമുക്കറിയാം, അടുത്ത കാലത്ത് സഭ, പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ അടിവരയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. പ്രപഞ്ചത്തെ സംരക്ഷിക്കുക, ലോകത്തെ സംരക്ഷിക്കുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത് മനുഷ്യൻ്റെ വാസം ഭംഗിയായി തീരുന്നതിന്, സുഖപ്രദമായി തീരുന്നതിന് ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ നിലകൊള്ളണം, ഒന്നിച്ച് നിലകൊള്ളണം എന്ന ചിന്ത ഇവിടെ മാർപ്പാപ്പ പറയുകയാണ്. ഒരു നക്ഷത്ര സമൂഹമായി മനോഹരമായി അത് അവതരിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ദൗത്യം ഒറ്റയ്ക്ക് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് ശക്തമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ ദൗത്യം ഒറ്റയ്ക്ക്, ആർക്കും ഒറ്റയ്ക്ക് അത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നതാണ്, സമൂഹത്തിൻ്റെ മുഴുവൻ പങ്കാളിത്തം ആവശ്യമുള്ള ഒരു സംഘഗാനമാണ് വിദ്യാഭ്യാസ പ്രവർത്തനം. വീണ്ടും മനോഹരമായ ഒരു പ്രതീകമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സംഘഗാനം, ഓർക്കസ്ട്ര. നമുക്കറിയാം, അവിടെ എല്ലാ ഇൻസ്ട്രുമെൻറ്റുകളും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. താളാത്മകമായി ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അത് ഹൃദ്യവും മനോഹരവുമായി തീരുന്നത്. അങ്ങനെ ആയിരിക്കണം വിദ്യാഭ്യാസ പ്രവർത്തനം, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ളതല്ല. അങ്ങനെ മനുഷ്യൻ്റെ നന്മ കൂടുതൽ പ്രകാശമാനമാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിയെ പൂർണ്ണമായും വളർത്തിയെടുക്കുക എന്നത് ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ്. ആർക്കെങ്കിലും ഒറ്റയ്ക്ക് അത് ചെയ്യാൻ സാധിക്കില്ല. കുടുംബങ്ങൾക്ക് സാധിക്കില്ല. പണ്ട് കുറേയൊക്കെ കുടുംബങ്ങൾ വലിയ റോള് വഹിച്ചു, കുടുംബങ്ങൾക്ക് തന്നെ അത് സാധിക്കില്ല. അതുകൊണ്ടാണ് സ്കൂളിന് തന്നെയും അത് സാധിക്കില്ല. അതുകൊണ്ടാണ് മതം, വിശ്വാസം, ഇടവക, ഇവിടെയെല്ലാം ഒന്നിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. അതാണ് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളും കുടുംബങ്ങളും അജപാലകരും പൊതുസമൂഹവും ഒരുമിച്ച് ചേരുമ്പോഴാണ് അത് ജീവനുള്ളതായി തീരുന്നത്. നമുക്ക് വ്യക്തിക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കുന്നത്, അവരെ ശക്തിപ്പെടുത്താൻ കഴിയുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഒരാശയം. ഒരു നക്ഷത്ര സമൂഹം എന്ന പ്രയോഗം പരിശുദ്ധ പിതാവ് ഈ രേഖയിൽ കൊണ്ടുവരുമ്പോൾ, ഒരു ചക്രവാളത്തെ പറ്റി പറയുമ്പോൾ, പുതിയ ഭൂപടം സൃഷ്ടിക്കുന്ന ചക്രവാളം എന്നൊക്കെ മാർപ്പാപ്പ വിദ്യാഭ്യാസത്തെ പറ്റി പറയുമ്പോൾ മനസ്സിലുള്ള ചിന്തയാണിത്. അധ്യാപകർ, വിദ്യാർത്ഥികൾ, കുടുംബാംഗങ്ങൾ, സഭയുടെ ശുശ്രൂഷകർ, പൊതുസമൂഹം എന്നിവയെല്ലാം യോജിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് പ്രത്യാശയുടെ ഈ ഭൂപടം, ഒരു ഭൂപടം വരയ്ക്കുന്നതിനെ പറ്റിയാണ് മാർപ്പാപ്പ പറഞ്ഞത്, അത് പൂർണ്ണമാകുന്നത്. അപ്പോൾ ഈ ഒരു പ്രയോഗം നമുക്ക് ശ്രദ്ധിക്കാം. മാർപ്പാപ്പയുടെ പ്രധാനപ്പെട്ട ഒരാശയമാണ് ഈ രേഖയിൽ നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു ചിന്ത കൂടി ഞാൻ അവതരിപ്പിക്കുന്നു. മാർപ്പാപ്പ ഈ രേഖയിലൂടെ, വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള രേഖയിലൂടെ നമുക്ക് നൽകുന്ന ഈ പുതിയ ഭൂപടത്തിൻ്റെ, സൃഷ്ടിക്കപ്പെടുന്ന ഈ പുതിയ ഭൂപടത്തിൻ്റെ
ചില മുൻഗണനകളെ പറ്റി നമ്മോട് പറയുന്നുണ്ട്. എവിടെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഈ പുതിയ കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നത് ഒരു പുതിയ കാലഘട്ടത്തിലാണ്, ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അവിടെ സഭയുടെ വിദ്യാഭ്യാസ ദൗത്യം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട 3 പ്രധാനപ്പെട്ട മുൻഗണനകൾ മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? 1, കത്തോലിക്ക വിദ്യാഭ്യാസം നൽകുന്നവരോടും സ്ഥാപനങ്ങളോടും മാർപ്പാപ്പ ഈ 3 കാര്യങ്ങളിൽ നിന്നും ഒരിക്കലും മാറിപ്പോകരുത് എന്ന്, നിങ്ങളുടെ കണ്ണ് പറിക്കരുത് എന്ന് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ആത്മീയ ജീവിതമാണ്. മനുഷ്യൻ്റെ ആത്മീയത, മനുഷ്യനെ സമ്പന്നനാക്കുന്നത് അവൻ്റെ ആത്മീയ ജീവിതമാണ്. യുവജനങ്ങൾ ആഴമാണ് തേടുന്നത്, ആഴങ്ങൾ തേടുന്നവരാണ് യുവജനങ്ങളെന്ന് മാർപ്പാപ്പ ഇവിടെ എഴുതുന്നു. അതെ, അവർക്ക് നിശബ്ദമായി ഇരിക്കാനുള്ള ഇടങ്ങൾ ആവശ്യമുണ്ട്. അതാണ് പ്രശ്നം. ബഹളം പിടിച്ച ഒരു ലോകമാണ് ഇന്നത്തേത്, തിടുക്കമാർന്ന ഒരു ലോകമാണ് ഇന്നത്തേത്. അതിനാൽ അവർക്ക് ശാന്തമായി ഇരിക്കാനുള്ള അവസരങ്ങളും ഇടങ്ങളും വേണം. പഠനം അതിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. സത്യത്തെ തിരിച്ചറിയാനുള്ള ഇടങ്ങൾ അവർക്ക് ആവശ്യമാണ്. എന്തുമാത്രം അഭിപ്രായങ്ങളാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങളാൽ പൂരിതമാണ് ഈ ലോകം. വലിയ കോലാഹലങ്ങളാൽ പൂരിതമാണ് ഈ ലോകം. ഏതാണ് ശരിയെന്ന് അറിയില്ല. കേൾക്കുന്നതെല്ലാം മാധ്യമങ്ങളിലൂടെയെല്ലാം വരുന്നത് എത്രയോ വ്യത്യസ്തമായ ആശയങ്ങളാണ്. ഇവിടെ മാർപ്പാപ്പ പറയുന്നത് അതാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കേണ്ടത് സത്യത്തെ തിരിച്ചറിയാനുള്ള ഇടങ്ങളാണ്, അതിനുള്ള വേദികളാണ്, അതിനുള്ള അവസരങ്ങളാണ് ഉണ്ടാകേണ്ടത്. അവർക്ക് അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്ക്, മനുഷ്യർക്ക് വേണ്ട മറ്റൊരു കാര്യമാണ് മനസാക്ഷിയോടും ദൈവത്തോടും സംവദിക്കാനുള്ള ഇടങ്ങളും ആവശ്യമാണ്. ഇതൊരു ആത്മീയതയുടെ തലമാണിത്, നമ്മൾ അറിയാമല്ലോ. ദൈവത്തോട് സംവദിക്കാൻ, ദൈവത്തെ കണ്ടെത്താൻ, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മനസാക്ഷിയോടെ, ഉള്ളിൻ്റെ ഉള്ളിനോട്. സത്യം നമ്മോട് പറയുന്നത് നമ്മുടെ ഉള്ളാണ്, മനസാക്ഷിയാണ്. ശരിയായി രൂപവൽക്കരിക്കപ്പെട്ട മനസാക്ഷിയുടെ ആവശ്യമൊക്കെ ഇവിടെയാണ് പ്രധാനമായി നിൽക്കുന്നത്. വിദ്യാഭ്യാസം അതിനാൽ അറിവ് കൈമാറുന്നത് മാത്രമല്ല. മാർപ്പാപ്പ എപ്പോഴും ആവർത്തിച്ച് ഈ രേഖയിൽ പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു കാര്യമാണത്. അങ്ങനെ ചുരുങ്ങിപ്പോകരുത്, പോയിട്ടുണ്ട്, അത് അപകടകരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ ഇത് എഴുതുന്നത്. അത് സൽപ്രവൃത്തികളുടെ പരിശീലന വേദി കൂടിയാണ് വിദ്യാഭ്യാസം. അതാണ് സാധിക്കേണ്ടത്. സൽപ്രവൃത്തികൾക്ക്, നന്മയ്ക്ക്, സ്നേഹത്തിന് ഉള്ള പരിശീലന വേദി. അതാണ് ഒന്നാമത്തെ കാര്യം. ആന്തരിക ജീവിതം നമ്മുടെ ആത്മീയതയെ വളർത്താൻ ഇടയാക്കണം. രണ്ടാമതായി പരിശുദ്ധ പിതാവ് പറയുന്ന ഒരു കാര്യം ഇതാണ്: മനുഷ്യത്വമുള്ള ഒരു ഡിജിറ്റൽ സംസ്കാരം നമ്മൾ ഇന്ന് വളർത്തണം. മനുഷ്യത്വമുള്ള ഡിജിറ്റൽ സംസ്കാരത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അവിടെ മനുഷ്യത്വം, സത്യസന്ധത പലപ്പോഴും അവഗണിക്കപ്പെടുന്നു, നിരാകരിക്കപ്പെടുന്നു എന്നതാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും ഉപയോഗത്തിൽ നാം വിവേകം പരിശീലിക്കണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. അതില്ലെങ്കിൽ അപകടമാണ്. എഡ്യൂക്കേഷൻ വഴി കിട്ടേണ്ട, ഇന്നത്തെ കാലത്ത് കിട്ടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പഴയ കാലത്ത് അത്ര പ്രശ്നമല്ല ഇന്ന് ഇത്. അതുകൊണ്ട് ഡിജിറ്റൽ കാര്യങ്ങളിൽ നമുക്ക് വേണ്ടത്ര പരിശീലനം കിട്ടണം. കിട്ടുന്നത് വിവേകത്തോടെ ഉപയോഗിക്കാൻ പഠിക്കണം. പ്രത്യേകിച്ച് മാർപ്പാപ്പ ലയോ എന്ന പേര് തിരഞ്ഞെടുത്തപ്പോൾ, മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട അവസരത്തിൽ എന്തുകൊണ്ട് ഈ പേര്? ഒന്നാം ലയോ മാർപ്പാപ്പയുടെ കാലത്ത് തൊഴിലിൻ്റെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ മാർപ്പാപ്പ പറഞ്ഞു അതുപോലെ സങ്കീർണമായൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഡിജിറ്റൽ ലോകത്താണ്, നിർമ്മിത ബുദ്ധിയുടെ കാലത്താണ് നാം ജീവിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന വെല്ലുവിളികളെ നേരിടാൻ സഭയ്ക്ക് ഇന്ന് മാർഗനിർദ്ദേശം ചെയ്യേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് നമുക്കിവിടെ ഓർക്കാം. അതിൻ്റെ വെളിച്ചത്തിലാണ് മാർപ്പാപ്പ ഇവിടെയും പറയുന്നത്.
ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ലോകം ഉപയോഗിക്കുന്നിടത്ത് വിവേകം ആവശ്യമുണ്ട്. സാങ്കേതിക വിദ്യയുടെ യുക്തിപരമായ നിർദ്ദേശങ്ങളെക്കാൾ അൽഗോരിതങ്ങൾക്കൊക്കെയാണല്ലോ അവിടെ പ്രാധാന്യം. അവിടെ യുക്തിപരമായ നിർദ്ദേശങ്ങൾ കൃത്യം മനുഷ്യൻ കൊടുക്കുന്നതാണ്, അതനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. അതിനേക്കാൾ മനുഷ്യൻ്റെ മൂല്യത്തിനും സ്ഥാനത്തിനും മുൻഗണന നൽകുന്ന ഒരു സംസ്കാരം വിദ്യാലയങ്ങളിൽ വളർത്തിയെടുക്കാൻ ഇടയാകണം എന്നതാണ് മാർപ്പാപ്പയുടെ ചിന്ത. ഇപ്പം ഇന്ന് കൊടുക്കേണ്ട ഒരു വലിയ മുൻഗണനയാണത്, വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ പോയിൻ്റാണ് മാർപ്പാപ്പ പറയുന്നു, വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ട ഒരു മുൻഗണനയാണ് സമാധാനത്തിനുള്ള വിദ്യാഭ്യാസം. വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. എന്തുമാത്രം യുദ്ധങ്ങൾ, എന്തുമാത്രം അസ്വസ്ഥതകൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നു. മനുഷ്യനെ യുദ്ധങ്ങൾ വഴി തകർക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇതിൻ്റെയൊക്കെ എഡ്യൂക്കേഷൻ ലഭിക്കേണ്ടത് എവിടെയാണ്? വിദ്യാഭ്യാസത്തിലാണ്. വിദ്യാലയങ്ങൾ സൗമ്യമായ ഭാഷയും പരസ്പര സ്നേഹവും പഠിപ്പിക്കണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. സ്നേഹം പഠിപ്പിക്കണം, സ്നേഹത്തിൻ്റെ കല പഠിപ്പിക്കണം. സൈക്കോളജിസ്റ്റുകളെല്ലാം ഇത് പറയുന്ന ഒരു പോയിൻ്റാണ്. അടുത്ത കാലത്ത് എഡ്യൂക്കേഷനിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം, ഇനിയും അതൊക്കെ പ്രാരംഭ ദശയിൽ നിൽക്കുന്നതേയുള്ളൂ. പരസ്പര സ്നേഹവും പഠിപ്പിക്കണം. വേർതിരിക്കുന്ന മതിലുകൾ നമുക്കില്ലാതാകണം, മതിലുകൾ തകർക്കപ്പെടണം. ഐക്യത്തിൻ്റെ പാലങ്ങൾ നമ്മൾ നിർമ്മിക്കാൻ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കണമെന്ന് പറയുകയാണ്. ഒന്നിച്ചു നീങ്ങാൻ, ലോകം ഒന്നിച്ച് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണല്ലോ കർത്താവ് മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് സുവിശേഷ മൂല്യമാണ്. സമാധാനം പാലകരാണ്. ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമായില്ല, അത് സൃഷ്ടിക്കാൻ മുന്നോട്ടിറങ്ങുന്ന ആളുകളാണ് നമുക്കുണ്ടാകേണ്ടത്. ഒരുപോലെ നമ്മുടെ പഠന രീതിയും പഠന വിഷയവുമായി ഇത് മാറണം, പഠന രീതിയും വിഷയമാകണം. വിദ്യാഭ്യാസ സമൂഹത്തോടെ മാർപ്പാപ്പ നൽകുന്ന ആഹ്വാനം കേവലം 3 നിർദ്ദേശങ്ങളല്ല എന്ന് പറയുകയാണ്, മറിച്ച് പ്രത്യാശയുടെ ഭൂപടം വരയ്ക്കുന്നതിനുള്ള 3 ജീവിത ശൈലികളാണിവ. വിദ്യാഭ്യാസത്തിലൂടെ ആർജിക്കേണ്ട ജീവിത ശൈലികളാണിത്. അവിടെ മാർപ്പാപ്പ പലപ്പോഴും പറഞ്ഞൊരു കാര്യം, മാർപ്പാപ്പ തൻ്റെ ആദ്യ പ്രസംഗങ്ങൾ തൊട്ട് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരോട് നടത്തിയ സംഭാഷണത്തിൽ ആദ്യ നാളുകളിൽ തന്നെ പറഞ്ഞതാണ്, നിങ്ങൾ വാക്കുകൾ ഉപയോഗിച്ച് കൊല്ലരുത്, വാക്കുകളെ നിരായുധമാക്കണം. വാക്കുകൾ കൊണ്ടാണ് മനുഷ്യൻ മറ്റുള്ളവരെ കൊല്ലുന്നത്. തർക്കങ്ങളും വിഭജനങ്ങളും ലോകത്തെ ദുർബലമാക്കുമ്പോൾ വിദ്യാഭ്യാസം സൗമ്യതയുടെയും ശ്രവിക്കലിൻ്റെയും ഭാഷയാക്കി മാറ്റണം എന്ന് മാർപ്പാപ്പ ഇവിടെ എഴുതുകയാണ്. നിങ്ങളുടെ നോട്ടം ഉയർത്തുക. മാർപ്പാപ്പ വീണ്ടും പറയുന്നുണ്ട്, ചെറിയ ലക്ഷ്യങ്ങളിലും ദിശാബോധങ്ങളിലും നിങ്ങളുടെ നോട്ടത്തെ നിങ്ങൾ ചുരുക്കിക്കളയരുത്, മറിച്ച് നിങ്ങൾ വിശാലമായ ലോകത്തെ നോട്ടത്തെ വർദ്ധിപ്പിക്കുക എന്ന് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുകയാണ്. ലക്ഷ്യത്തിനെ ആകാശത്തിലേക്ക് ഉയർത്തുക, ഉയർന്ന ചിന്ത വേണം. നമ്മുടെ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാം എപ്പോഴും യുവജനങ്ങളോട് പറഞ്ഞത് അതാണല്ലോ, സ്വപ്നങ്ങൾ കാണുക, വലിയ സ്വപ്നങ്ങൾ കാണുക. അതാണ് മറ്റൊരു വാക്കിൽ മാർപ്പാപ്പ ഇവിടെ പറയുന്നത്. ഒരു വാക്ക് കൂടി പറഞ്ഞ് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ഹൃദയത്തിന് കാവൽ നിൽക്കുക. ഞാൻ ഈ രേഖയിൽ പലയിടത്തും വന്നതാണ്, ഞാൻ ചുരുക്കി അവതരിപ്പിക്കുകയാണ്. അവിടെ അറിവിനേക്കാൾ വലുത് ബന്ധങ്ങളാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. മനുഷ്യബന്ധങ്ങൾ നേരെ കൊണ്ടുപോകുന്നതിനുള്ള പരിശീലനമാണ് വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ടത്. ബന്ധങ്ങളാണ്. പരിപാടികൾക്കും സിദ്ധാന്തങ്ങൾക്കും മുകളിൽ വ്യക്തിക്ക് പ്രാധാന്യം നൽകുക, വ്യക്തിയെ ആദരിക്കുക, സ്നേഹിക്കുക, ശുശ്രൂഷ ചെയ്യുക, അവന് നാശമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പരിശുദ്ധ പിതാവിൻ്റെ മനോഹരമായ ചിന്തകൾ നമുക്ക് ഒരു മാർഗനിർദ്ദേശകമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈ രംഗത്ത് ഒന്നിച്ചു നിന്ന് ഒരു നക്ഷത്രക്കൂട്ടം പോലെ എല്ലാവർക്കും പ്രവർത്തിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു.